പല ആൾക്കാർക്കും സബ് വൂഫറിന്റെ ക്രോസ് ഓവർ സെറ്റ് ചെയ്യണതിനെ പറ്റി ഭയങ്കര ഡൗട്ട് ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കണേക്കാം പല സ്ഥലത്തും. ഇതിപ്പോൾ ഒരു ആക്റ്റീവ് ക്രോസ് ഓവർ ആണ്. നമ്മൾ സാധാരണ സബ് വൂഫറിൽ പവേർഡ് സബ് വൂഫറുകൾ അല്ലെങ്കിൽ കാറ് സബ് വൂഫറിലൊക്കെ ഇങ്ങനെ നോബ് കാണാം. ഇങ്ങനെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എവിടെ സെറ്റ് ചെയ്താലും എവിടെ തൊട്ട് എവിടേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പലർക്കും അറിയില്ല. അപ്പോൾ സാധാരണയായി അപ്പോൾ അതിനെ പറ്റി പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഇത് ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലോ ഫ്രീക്വൻസി മാത്രമേ കിട്ടുള്ളൂ. ഹൈ ഫ്രീക്വൻസിനെ കട്ട് ചെയ്യും. അതാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് പിന്നെ 2 വേ 3 വേ 4 വേ ഒക്കെ ആക്കണോണ്ടാണ് ഇതിൽ ലോ മിഡ് എന്നൊക്കെ വരുന്നത്. ഇത് 4 വേ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രോസ് ഓവറാണിത്. ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനത്തെ ഒരു സാധാരണ ഇതിൽ ഈ ഒരു നോബ ആയിരിക്കും ഉണ്ടാവുക. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു 70 ഹെർട്സിലിപ്പോൾ ഈ നോബ് ഇട്ട് സെറ്റാക്കിയെന്ന് കൂട്ടിയേക്കൂടെ. അപ്പോൾ ഈ 70 ഹെർട്സിൽ ഇത് എങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്ന പലർക്കും അറിയില്ല. അതായത് ഇത് നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ 70 ഹെർട്സ് സെറ്റ് ചെയ്താൽ 70 ഹെർട്സിൻ്റെ താഴെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കുറച്ചിടും. ചില ആൾക്കാർ 45 ഹെർട്സിലൊക്കെ, അതേപോലെ 40 ഹെർട്സിലൊക്കെ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് 45 ഹെർട്സിൻ്റെ താഴെ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെയാണ് പല ആൾക്കാർക്കും അതറിയില്ല. ഇപ്പോൾ സാധാരണ ഒരു ഹോം തിയേറ്റർ അല്ലെങ്കിൽ AVRലൊക്കെ സാധാരണ സെറ്റ് ചെയ്യൽ ഇങ്ങനെ 80 ഹെർട്സിലൊക്കെയാണ് സെറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്പീക്കറിനനുസരിച്ചും കൂടിയാണ്. അപ്പോൾ ഈ ഒരു 240 അല്ലെങ്കിൽ 200 ഹെർട്സിലേക്ക് വരുമ്പോൾ അതിലേക്ക് വോക്കൽ വരും. വോക്കൽ കയറി വരും. ഈ റേഞ്ചിലേക്ക് വരും തോറും വോക്കൽ ഇങ്ങനെ കയറി വരും. 240 ഹെർട്സിൽ വിട്ടാൽ ഇതിൻ്റെ താഴെയാണ് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ പല ആൾക്കാർക്കും ഇങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു വിശദമായിട്ട് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അതേപോലെ സബ് വൂഫറും സ്പീക്കറൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുക. പല വീഡിയോസും ഞാൻ മലയാളത്തിലൊക്കെ കണ്ടു. പക്ഷെ അവർക്കൊന്നും കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെയാണ് പലരും അതൊക്കെ ചെയ്യേണ്ടത്. എങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് ബ്ലെൻഡ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്പീക്കർ ഏത് ഫ്രീക്വൻസി ഇട്ട് വർക്ക് ചെയ്യണം, എപ്പോഴാണ് ഇത് സബ് വൂഫറും സെൻട്രൽ സ്പീക്കറും തമ്മിൽ ഒരു മാച്ചിങ് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു സബ് വൂഫറിൽ എവിടെയാണ് ക്രോസ് ഓവർ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും സംശയമാണ്. അതേപോലെ AVRൽ ക്രോസ് ഓവർ സെറ്റ് ചെയ്യേണ്ടത്, പവേർഡ് സ്പീക്കറിൽ സബിൽ സെറ്റ് ചെയ്യേണ്ടതൊക്കെ പല ആൾക്കാർക്കും ഡൗട്ടാണ്. ഇത് ആക്റ്റീവ് ക്രോസ് ഓവറാണ്. നമ്മൾ PA ഔട്ട്ഡോർ ഉപയോഗങ്ങൾക്കുള്ളതാണ്. ഇതൊരു സ്റ്റീരിയോ ആണ്. 2 ചാനലാണ് വരുന്നത്. സ്റ്റീരിയോ അല്ല, ഇത് ഓരോ ഇതിനനുസരിച്ച് ഇത് മോണൊക്കെ ആയി മാറും കേട്ടോ. 4 വേയിലൊക്കെ വരുമ്പോൾ ഇത് മോണായിട്ടൊക്കെ കയറി മാറുക. ഇത് ഇതിൻ്റെ ഇൻപുട്ടാണ്. ഗെയിന് വരുന്ന സിഗ്നലിനെ കൂട്ടാനുള്ള 0 dB ഇൻപുട്ട് ഗെയിന്. ഇത് സബിൻ്റെ ഫ്രീക്വൻസി. അതേപോലെ മിഡ് ഹൈ വരുന്നതാണിത്. അതായത് ഈ ക്രോസ് ഓവർ ഇപ്പോൾ നമ്മളൊരു 140 ഹെർട്സിലിട്ടു ലോ ഫ്രീക്വൻസി. പിന്നെ ഈ 140 തൊട്ട് ഇത് നമ്മളെവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ 700 ഹെർട്സിൽ സെറ്റ് ചെയ്തു മിഡ്. 140 തൊട്ട് 700 ഹെർട്സ് വരെ ഈ മിഡ്, അല്ലെങ്കിൽ ഒരു 1400 ഹെർട്സ് വരെ ഈ മിഡ് വർക്ക് ചെയ്യും. 1400 അവിടുന്ന് മുകൾക്ക് ഒരു 20000 ഹെർട്സ് വരെ, എത്ര ഹെർട്സ് വരെയൊക്കെ ഉള്ളത് അതുവരെ നമ്മുടെ ട്യൂട്ടറും വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എടുക്കേണ്ടത്. പിന്നെ ഇത് സബിൻ്റെ ഗെയിനാണ്. ഇത് സബിൻ്റെ സൗണ്ട് കിട്ടാൻ പോലെ. അതേപോലെ ഇത് മിഡ്, ഇത് ഹൈ HF അല്ലെങ്കിൽ ട്യൂട്ടറിൻ്റെ ഒക്കെ. ഇത് നമ്മളെ ഇതിൻ്റെ ഇത് മാറുന്നതിനനുസരിച്ച് 2 വേ 3 വേ ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഓപ്ഷനുകൾ മാറും. അതാണ് ഇവിടെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അതേപോലെ ഇത് ലോ കട്ട് കണ്ടില്ലേ. ഇത് പാസ് ഫിൽറ്ററാണ്. 40 ഹെർട്സിൽ ഇത് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ 40 ഹെർട്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസികൾ കുറയും. ഇപ്പോൾ കോണ് ഭയങ്കരമായിട്ടുള്ള കോണിൻ്റെ ചാട്ടൊക്കെ കുറയും. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ കോണ് കൺട്രോൾ ഉണ്ടാവും. അതേപോലെ കോയില് കത്തിപ്പോവുക, ഹീറ്റാവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കും. അതിനു വേണ്ടിയാണിത്. ഇത് എപ്പോഴും PA ഔട്ട്ഡോറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ കട്ട് ഇട്ടിട്ട് വേണം, നെക്കിയിട്ട് വേണം
സബ് വർക്ക് ചെയ്യിക്കാൻ. എന്നാലേ കോയിൽ ഡാമേജ് ആവാതെ അതിൻ്റെ മാക്സിമം SPL എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഓരോ സ്പീക്കറിനും അവർ കമ്പനി പറയുന്നുണ്ടാവും. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ നമ്മളെ മൊണ്ടർബോൻ്റെ മോള് എന്ന് പറയില്ല, അത് അതിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ എവിടെ ഇത് കട്ട് ഓഫ് ഇടണം എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹൈ പാസ് ഇടേണ്ടതും ലോ പാസ് ഇടേണ്ടതും, ഹൈ പാസ് ഇടുമ്പോൾ ലോ പാസ് എവിടെ ഇടണം, അതേപോലെ ഹൈ കട്ട് ഇല്ലാതെ ലോ എവിടെ ഇടണം എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ സ്വിച്ച് ഉണ്ടല്ല INV പറഞ്ഞത്, ഇൻവേർട്ട് ചെയ്യാനുള്ളത്, ക്യാൻസലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കിയാലും അറിയാം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഫേസ് ഷിഫ്റ്റ് അറിയും അത് വരുമ്പോൾ, ഫേസ് ക്യാൻസലേഷന് അല്ലെങ്കിൽ ക്യാൻസലേഷൻ എന്നൊക്കെ പറയും. അത് വരുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഡിയായി വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റിന് കുറേ കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. നമ്മൾ മിക്സറിനുള്ള ഇവിടെ വരിക. ഇത് സബിന് ഔട്ട് കൊടുക്കും, ഇത് മിഡിന് ഔട്ട് കൊടുക്കും, ഇത് HFന് ഔട്ട് കൊടുക്കും. ഇതൊക്കെ ആമ്പിലേക്കാണ് പോവുക. സബിൻ്റെ ആമ്പ്, മിഡിൻ്റെ ആമ്പ്, HFൻ്റെ ആമ്പ്, അങ്ങനെ വരിക. പിന്നെ ഇവിടെ LF സം പറഞ്ഞ സ്വിച്ച് കണ്ടില്ലേ, ഇത് സമ്മ് സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ചാനൽ, സ്റ്റീരിയോ ചാനലല്ല, ഇതിലെ രണ്ട് സിഗ്നലും ലോ ഫ്രീക്വൻസി രണ്ട് സിഗ്നലും കൂടി ഒന്നായിട്ട് ഒരു മോണായിട്ടാണ് സബ് വൂഫർ വർക്ക് ചെയ്യുക. അത് അല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റീരിയോ ആയിട്ട് തന്നെ രണ്ട് സൈഡിലെ സബ് വൂഫർക്ക് സെപ്പറേറ്റ് സ്റ്റീരിയോ ആയി പോകും. പിന്നെ ഇതിൻ്റെ മോണോ 2-way 3-way ഒക്കെ ഉള്ള ഓപ്ഷനാണിത്. ഇവിടെ അതിൻ്റെ എംബ്ലമുണ്ട്. 2-way ആണെങ്കിൽ ഇത് താഴ്ത്തി ഇത് പൊന്തിക്കുമ്പോൾ ഇത് 2-way ആയി. അപ്പോൾ ഇതിൽ ഏതൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ള ഇവിടെ ഉണ്ടാവും. 2-wayയിൽ വരുമ്പോൾ ഇത് ഉപയോഗം ഉണ്ടാവില്ല, ഇത് ഹൈ, അതായത് ലോയും ഹൈ 2-wayയിൽ വരുള്ളൂ. 3-way ആകുമ്പോൾ രണ്ടും പൊങ്ങിക്കണം. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഇത് ലോ ആയി, ഇത് മിഡായി, ഇത് ഹൈ ആയി, അങ്ങനെ തന്നെ. പിന്നെ 4-wayയിൽ വരുമ്പോഴുള്ള സംഭവം അതേപോലെ തന്നെ, ഹൈ മിഡ്, പിന്നെ ലോ ഉപയോഗമല്ല, അങ്ങനെയാണ് വരുന്നത്. അത്ര തന്നെയുള്ള ഇത്. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഫ്രീക്വൻസി, നമ്മൾ സബിൻ്റെ ഫ്രീക്വൻസികളും മറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെന്താ വെച്ചാൽ സപ്പോർട്ട് കുറവാണ് സാർ. നമ്മൾ സപ്പോർട്ടൊക്കെ കൂടുന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. നമുക്കറിയണ കാര്യങ്ങൾ കേട്ടോ. സാധാരണ ഇപ്പോൾ സബ് വൂഫർ സെറ്റ് ചെയ്യേണ്ടത് ഇതാണ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ ക്രോസ് ഓവർ ഇങ്ങനെ വെറുതെ ഇത് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സ്പീക്കറുകൾ അതിന് മാച്ചായിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് വെറുതെ ഇവിടെ വെച്ചിട്ട് നല്ല എംബേർഡ്സിൽ വെച്ചിട്ട് അവിടെ നല്ല ലോ ഫ്രീക്വൻസി കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ നല്ല ബാസ് കിട്ടും വിചാരിച്ച കാര്യമില്ല. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഒരു 150 ഹെർട്സ് തൊട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഫ്രീക്വൻസി ഒക്കെ കട്ടായി പോകും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ ഫ്രീക്വൻസി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണം വെക്കാൻ. ശരിക്കും PL ഒക്കെ ഇത് 80 ഹെർട്സിലാണ് അധികം ഇടുക. 80 ഹെർട്സിൻ്റെ താഴെയാണ് കറക്റ്റ് സബിൻ്റെ ബാസ് പറയുന്നത്. അല്ലെങ്കിൽ നല്ല ബാസ് കിട്ടുക അവിടെയാണ്, അല്ലെങ്കിൽ ഒരു 60 ഹെർട്സിൻ്റെ താഴെ, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഞാൻ ഈ സ്പീക്കർ ബ്ലെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും സബ് വൂഫറും സ്പീക്കറും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും, അതുപോലെ ക്രോസ് ആക്റ്റീവ് സബിൽ എവിടെ ഫിൽറ്റർ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, AVRൽ എങ്ങനെ ഫിൽറ്റർ സെറ്റ് ചെയ്യേണ്ടത്, ലോ പാസ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യേണ്ടത്. അത് നമ്മൾ അറിയുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഡിയോ പ്രേമികൾക്കൊക്കെ അത് ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോസ്. അപ്പോൾ നമ്മൾ കൂടുതൽ സപ്പോർട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്യുക ദയവായിട്ട്. പറയാൻ വിട്ടൊരു സംഭവം, ഈ 4-way സെറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇത് ഉപയോഗം പലർക്കും ഡൗട്ട് വരാണ്ട്. ഈ 4-wayയിൽ ആയിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ ലോ ഇവിടെ ഉപയോഗമല്ല, ഇത് ഹൈ മിഡ് ഹൈ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ലോ മിഡ് ലോ ഒക്കെ എവിടെയെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ വരുമ്പോൾ
ലോ മിഡ് ഇതിൻ്റെ മിഡായിട്ടാണ് ലോ മിഡ് വരുന്നത് അടുത്ത ചാനലിൽ. അതേപോലെ ലോ വരുന്നതും അടുത്ത ചാനലിലാണ് വരിക. മനസ്സിലായോ? ഇവിടെ ഹൈ വരും, ഈ ചാനലിൽ ഹൈ വരും, ഹൈ മിഡ് വരും, പിന്നെ അടുത്ത ചാനലിൽ ലോ മിഡ് ഇവിടെ വരും, ലോ വരും. അങ്ങനെ ഇത് മോണായിട്ടാണ് ഫോർവേയിൽ വർക്ക് ചെയ്യുക. അത് ഞാൻ പറയാൻ വിട്ടാണ്, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംശയം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻവേർട്ട് സ്വിച്ച് അതിനെ പറ്റി പറഞ്ഞ് അതായത് 180 ഡിഗ്രി അതായത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്, പ്ലസും മൈനസും തിരിക്കുക. അങ്ങനെ ലളിതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇത് നെക്കി കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ആയി എന്ന് ചിന്തിച്ചാൽ മതി, പ്ലസും മൈനസും മാറി എന്ന് ചിന്തിച്ചാൽ മതി. അത് ക്യാൻസലേഷനൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാസൊക്കെ കുറയണ പോലെ, അല്ലെങ്കിൽ ബാസിൻ്റെ ക്വാളിറ്റി ഇല്ലാക്കുക, ഭൂമിയായിട്ട് ഭയങ്കര ഭൂമിയായിട്ട് നിൽക്കുമ്പോഴൊക്കെ ഇത് നോക്കിയാൽ മതി. ചിലപ്പം ഇതും കൊണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ സബ് വൂഫറൊക്കെ വെച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആവും. സബ് ചിലപ്പോൾ മാറ്റിയൊക്കെ വെക്കേണ്ടി വരും. സബും സ്പീക്കറും തമ്മിലുള്ള ടൈമിംഗ് ഡിലേ, അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കണ്ടൊക്കെ ഉണ്ടാവും.